ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പൊ അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാൽ. അപ്പൊ ഇന്നത്തെ വിശേഷം രാവിലെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും കയറി കാണാനുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷം ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബാലൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അങ്ങനെ രേവതിയാണ് നമ്മുടെ ചന്ദ്രയുടെ പൈസ എടുത്തത് എന്ന് നമ്മുടെ ചന്ദ്ര വരുത്തി തീർക്കുകയാണ്. അപ്പം ചന്ദ്രയുടെ പൈസ അല്ലല്ലോ അത്, ചന്ദ്രയുടെ പൈസയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. പറയാൻ പറ്റുമോ? നമ്മുടെ ശരത്തിനെ ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടി അല്ലെങ്കിൽ കേസ് പിൻവലിക്കാൻ വേണ്ടി താൻ കൈക്കൂലി മേടിച്ചതാണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ ചന്ദ്ര പറഞ്ഞത് അത് ഭാമയുടെ പൈസയാണ്, ഭാമയുടെ പൈസ കാണാതെ പോയി എന്ന് വരുത്തി ചന്ദ്ര തീർക്കാണ്. ചന്ദ്രയുടെ ഡ്രാമയൊക്കെ നിങ്ങളൊന്ന് വൈകിട്ടൊന്ന് കാണണം കേട്ടോ, ഭയങ്കരം തന്നെയാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്ര പറഞ്ഞത് കേട്ടിട്ടാണെങ്കിലും ഭയങ്കര സങ്കടം രേവതിക്ക്. രേവതി ആണെങ്കിൽ ഈശോ ഞാൻ പൈസ എന്താ അമ്മ ഈ പറയുന്നത്? ഞാന് ഭാമയാന്റിയുടെ പൈസ എടുക്കാണ്, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അമ്മേ. നീ അല്ലാതെ പിന്നെ വേറെ ആരാടി ആ പൈസ എടുത്തത്? ആരാടി ആ പൈസ എടുത്തത്? നീ പറ. അവളാ പറയുന്നത് ഭാമ നീ ആ പൈസ എടുത്തെന്ന്. പിന്നെ നിന്റെ അനിയനും ഒരു കള്ളനാണല്ലോ, അപ്പൊ പിന്നെ നീയും നിന്റെ അനിയത്തിയും നിന്റെ അമ്മയും ഒക്കെ കള്ളന്മാരായിരിക്കുമല്ലോ, നിങ്ങളുടെ ഫാമിലിയേ മൊത്തം കള്ളന്മാരായിരിക്കുമല്ലോ. പിന്നെ ഇപ്പൊ അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഭാമേനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ശരി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, എന്താ ചന്ദ്ര നീ പറയുന്നത്? ചുമ്മാ ആ പെങ്കൊച്ചിന്റെ മെക്കിട്ട് കീറുന്നത് എന്തിനാ? എന്ത് ചെയ്താലും ആ പെങ്കൊച്ചിന്റെ തലയിലാണല്ലോ നീ കൊണ്ടിടുന്നത്. പിന്നെ അവള് ചെയ്തിട്ടല്ലേ ഭാമ പറഞ്ഞത്? അല്ല, നിങ്ങൾ ഇന്ന് രാവിലെ ഭാമയുടെ വീട്ടിൽ പോയി. ശരിയാ, ഞാനും അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവളെ തുണി എടുക്കാൻ വേണ്ടി മേളില് ടെറസിന്റെ മുകളിൽ പോയി. അപ്പോഴേക്കും സച്ചി ചോദിച്ചു, അല്ല ഭാമയാന്റിയുടെ വീട്ടിലെ തുണി എടുക്കാൻ വേണ്ടി എന്തിനാ രേവതി നീ ടെറസിന്റെ മണ്ടേ പോയത്? അത് പിന്നെ വേറൊന്നും അല്ല സച്ചേട്ടാ, ഞാൻ അവിടെ ചെന്നത് പൂ കൊടുക്കാൻ വേണ്ടിയാ. അപ്പം ഈ അമ്മയെ പറഞ്ഞത് ഭാമയാന്റിയുടെ തുണി എടുത്ത് കൊണ്ടുപോയി അലമാരിക്കകത്ത് മടക്കി വെക്കാനായിട്ട്. ഓഹോ, അപ്പം അമ്മ എന്താ ഇവളെ കൊണ്ട് വേറെ വീട്ടിലെ പണിയും കൂടെ ചെയ്യിപ്പിക്കുകയാണ്? ഇവിടത്തെ പണി പോരാഞ്ഞിട്ടാണോ വേറെ വീട്ടിലെ പണിയും കൂടെ ചെയ്യിപ്പിക്കുന്നത്? ഓ, പിന്നെ അവളുടെ വളയും ഊരി പോവോ? ഭാമ ആരാ? നിനക്ക് എന്നെ പോലെ തന്നെയല്ലേ ഭാമ? അവരുടെ പണി ചെയ്യുന്ന ഓർത്തോണ്ട് എന്താ കുഴപ്പമിരിക്കുന്നത്? ഒരു കുഴപ്പമില്ല പണി ചെയ്തെന്ന് ഓർത്ത്. പക്ഷെ ഈ വക വൃത്തികെട്ട വർത്താനവും പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഭാമയാന്റി എന്നല്ല വേറെ ആരാണെങ്കിലും എന്റെ വായിലിരിക്കുന്നത് നല്ലത് കേൾക്കുന്നു പറഞ്ഞു കേട്ടോ നമ്മുടെ സച്ചി. അപ്പം പറഞ്ഞു, എടാ നിന്റെ ഭാര്യയാണോ കട്ടെടുത്തെന്ന് പറഞ്ഞത്? നിന്റെ ഭാര്യ ഇന്ന് അവിടെ ചെന്ന് വേറെ ആരും അവിടെ ചെന്നിട്ടില്ല. അവളുടെ വീട്ടിൽ വേറെ ആരാ ചെല്ലുന്നത്? പിന്നെ ഒരു സാരി വിൽക്കുന്ന ഒരു പുള്ളിക്കാരി വന്നായിരുന്നു. ആ പുള്ളിക്കാരി ഞങ്ങളുടെ കൺമുൻപിൽ തന്നെ നിന്നത്. അങ്ങോട്ടും മാറിയില്ല ഇങ്ങോട്ടും മാറിയില്ല. ഇതിപ്പോ രേവതി ആണെങ്കിൽ ടെറസിന്റെ മണ്ടയിലും പോയി തുണി എടുത്തോണ്ട് വന്നു, അതുപോലെ തുണി മടക്കി അലമാരയിലും വെച്ചു. അപ്പൊ പിന്നെ രേവതി അല്ലാതെ പിന്നെ ആരാ? അപ്പൊ രേവതി തന്നെയാ. ഇത് കേട്ടത് നമ്മുടെ രേവതി പറഞ്ഞു, എന്തിനാ അമ്മ വെറുതെ നട്ടാക്കി ഒരു കഥ കള്ളം ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നത്? ഒരിക്കലും ഞാനല്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. പ്ലീസ്, എനിക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. എന്താ അമ്മ ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും രേവതിയോട് നമ്മുടെ ശ്രുതി പറഞ്ഞു, അല്ല രേവതി നീയാ എടുത്തെങ്കിൽ അങ്ങ് പറഞ്ഞേരെ, നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അതായിരിക്കുമല്ലോ നീ എടുത്തത്. അപ്പൊ പിന്നെ പ്രശ്നം തീർന്നല്ലോ. അപ്പൊ ശ്രുതിയും പറഞ്ഞു, ആ അതെ 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 നീ എടുത്തെങ്കിൽ അങ്ങ് പറ രേവതിന്ന്. അപ്പോഴത്തേക്ക് സച്ചിക്ക് ദേഷ്യം വന്നിട്ട്, നീ കണ്ടോ എന്റെ ഭാര്യ പൈസ എടുക്കുന്നത് നീ കണ്ടോ? ഇല്ലല്ലോ. ദേ എന്റെ പൊന്നു ശ്രുതി, നിന്നെ പോലെ അല്ല എല്ലാവരും, നീ അത് കരുതിക്കോന്ന് പറയുമ്പോ, ഓ എന്നെ പോലെ ഒന്നും അല്ല എല്ലാവരും, വഴിയിൽ നിന്ന് പട്ടാപ്പകല് തട്ടിപ്പറിച്ച് 1 ലക്ഷം 2 ലക്ഷം ഒക്കെ കൊണ്ടുപോകത്തേ ഉള്ളൂ. ഇത് കേട്ട് നമ്മുടെ രേവതി സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ. രേവതി പറഞ്ഞു, നിർത്തുന്നുണ്ടോ? ദേ ആരും കൂടുതൽ ഇനി സംസാരിക്കണ്ട, എനിക്ക് പൈസ എടുക്കേണ്ട ആവശ്യമില്ല, എനിക്ക് പൈസയുടെ ആവശ്യവും ഇല്ല, എനിക്ക് പൈസ വേണ്ട. അപ്പോഴത്തേക്കാണ് നമ്മുടെ ചന്ദ്ര പറഞ്ഞാൽ, നീ ആണല്ലോ എന്തോ കല്യാണ മണ്ഡപത്തിന്റെ കാര്യമോ കല്യാണ മണ്ഡപം ഒരുക്കാൻ പോവുകയാണെന്നോ, അപ്പൊ നിനക്ക് ഇനി കുറെ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെന്നൊക്കെ പറഞ്ഞത്. അപ്പൊ പിന്നെ ഈ 2 ലക്ഷം നീ അതിനു വേണ്ടിയാ എടുത്തതെങ്കിലോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, എന്തിനാ ചന്ദ്രേ? ഭാമ പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ വരുത്തി തീർക്കുന്നത്? നിന്റെ മരുമോളല്ലേ, നാണക്കേട് നിനക്കും കൂടിയല്ലേ? അതെ, എനിക്കും കൂടി തന്നെയാ നാണക്കേട്. പേരും കള്ളികളുള്ള വീട്ടിൽ താമസിക്കുന്നതിനേക്കാൾ ഭേദമുണ്ടല്ലോ ഭാമയുടെ വീട്ടിലങ്ങനെ കിടന്നാ മതിയായിരുന്നു. അപ്പോഴത്തേക്കും വർഷം വന്നു പറഞ്ഞു, എന്തിനാ ആന്റി വെറുതെ രേവതി ചേച്ചിനെ ഇങ്ങനെ കുറ്റം വെക്കുന്നത്? ഇതിപ്പോ തെളിവൊന്നും ഇല്ലല്ലോ. രേവതി ചേച്ചി അവിടെ ചെന്നെന്ന് പറഞ്ഞുകൊണ്ട് രേവതി ചേച്ചി പൈസ എടുക്കാൻ പോകുന്നുണ്ടോ? ഇത് 1ഉം 2ഉം തവണയൊന്നും അല്ലല്ലോ ആന്റി. ആന്റി പല തവണ ഇങ്ങനെ രേവതി ചേച്ചിനെ കുറ്റപ്പെടുത്തിയിട്ട് രേവതി ചേച്ചി അല്ല എന്ന് തെളിഞ്ഞിട്ടുമുണ്ട്. ദേ അന്ന് എന്റെ വീട്ടിൽ എന്റെ
കല്യാണത്തിന് എന്തോ റിസപ്ഷന് ആ മണ്ഡപത്തിലെങ്ങാണ്ട് വെച്ചിട്ട് രേവതി ചേച്ചി ഒരു മാല എടുത്തെന്നും പറഞ്ഞ് എന്തൊക്കെ പുകിലുണ്ടാക്കി. എന്നിട്ട് എന്തായി? അത് രേവതി ചേച്ചി അല്ലായിരുന്നല്ലോ എടുത്തത്. എന്തുവാ അമ്മ ഇത്? വെറുതെ അല്ല, എന്തു ആന്റി ഇത്? വെറുതെ രേവതി ചേച്ചിനെ ഏത് നേരം കുറ്റം വെക്കാതെ ഇങ്ങനെ ഷെയിം ആവുക. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുവാ ഇങ്ങനെ? അല്ല, അങ്കിളിനെങ്കിലും ഒന്ന് ആന്റീനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വർഷ. ഇത് കേട്ടതും വർഷയുടെ ഈ വർത്താനം കേട്ടതും നമ്മുടെ ചന്ദ്രക്ക് ദേഷ്യം പറ്റു. ചന്ദ്ര പറഞ്ഞു, ശ്രീകാന്തെ അവളോട് മിണ്ടാതിരിക്കാൻ പറ, എന്നോട് കൂടുതൽ മര്യാദ പഠിപ്പിക്കണ്ട, എനിക്കറിയാം മര്യാദ, നീ എന്നെ കൂടുതൽ പഠിപ്പിക്കാൻ വരണ്ടെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. ഇത് കേട്ടതും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, അല്ലമ്മേ മര്യാദ പഠിപ്പിക്കുന്നൊന്നും അല്ല, അവള് പറയുന്നത് മര്യാദയുടെ ഭാഷയിലാണല്ലോ. ഒന്ന് ചിന്തിച്ചു നോക്ക്. രേവതി ചേച്ചി അവിടെയും ഇവിടെയും വെച്ച് അമ്മ ഒരുപാട് ഹരാസ് ചെയ്യുന്നുണ്ട്. ഈ കുടുംബത്തിൽ വെച്ച് പുറത്തു വെച്ച് എന്തിനാ വെറുതെ? രേവതി ചേച്ചി എന്ത് തെറ്റാ ചെയ്ത്? രേവതി ചേച്ചിയുടെ അനിയൻ മോഷ്ടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് രേവതി ചേച്ചി കളിയാണെന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ എല്ലാം കൂടെ അവളെ തലയിലെടുത്ത് കയറ്റി അങ്ങോട്ട് വെക്ക്, അവളെ തലയിലെടുത്ത് കയറ്റി വെച്ചിട്ട് അവളെ അങ്ങോട്ട് പൊന്നാരിക്ക്. ഞാൻ പറയുന്നില്ല കള്ള കുടുംബത്തിൽ നിന്ന് വെണ്ണും കൊണ്ടുവന്നത് പോരാഞ്ഞിട്ട് അതും ഇതും പറയുന്നു. ഞാനല്ല, ഭാമയാ പറഞ്ഞത്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ രേവതി കരഞ്ഞോണ്ട് അവിടെ നിന്ന് മാറിപ്പോവാണ് കേട്ടോ. രേവതിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ഈ ഒരു പഴി കേട്ടത്. അതായത് നമ്മൾ ചെയ്യാത്ത കാര്യം ഒരാൾ ചെയ്തു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ മനസ്സിലെ ബുദ്ധിമുട്ടത് വേറെ ഒരു ഇത് തന്നെയാണ്, വേറൊരു ഫീല് തന്നെയാണ്. നമ്മൾ ചെയ്യാത്ത കാര്യം ഇങ്ങനെ പറഞ്ഞ് നമ്മൾ ചെയ്തതാന്ന് പറഞ്ഞ് ഇങ്ങനെ അടിച്ചേൽപ്പിക്കുമ്പോൾ, അതായത് എന്താ പറയുന്നത്, നമ്മളെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കി കളയും. അങ്ങനെ പറയുമ്പം ആ ഒരു അവസ്ഥയിലൂടെ പോകുന്നവർക്ക് അത് മനസ്സിലാകത്തുള്ളൂ. ഓപ്പോസിറ്റ് നിൽക്കുന്ന സൈഡിലെ ആൾക്കാർക്ക് എന്തും ചിന്തിക്കാം, എന്തും പറയാം, അവരുടെ വായി തോന്നുന്ന എന്തും പറയാം. പക്ഷേ ഇത് കേട്ടിട്ട് മറ്റുള്ളവരുടെ മനസ്സ് വേദനിക്കുന്നുണ്ട്, ഇത് നേരെ തിരിച്ചടിക്കും എന്നവർ ചിന്തിക്കുന്നില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അങ്ങനെ നമ്മുടെ രേവതിയുടെ അടുത്തേക്ക് സച്ചി പോവുക. സച്ചി എന്നിട്ട്, രേവതി നീ എന്തിനാ രേവതി വിഷമിക്കുന്നത്? നീ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല, വെറുതെ എന്തിനാ വിഷമിക്കുന്നത്? നീ അത് എടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. സച്ചേട്ടൻ എന്താ സച്ചേട്ടൻ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഞാൻ അങ്ങനെ എടുക്കുവോ? എനിക്ക് അങ്ങനെ എടുക്കേണ്ട കാര്യമുണ്ടോ? നീ എടുത്തിട്ടില്ലെന്ന് എനിക്കും അറിയാം, നിനക്കും അറിയാം, ദൈവത്തിനും അറിയാം. അത് മതി, അവരോട് കൊണ്ട് കേസ് കൊടുക്കാൻ പറ. അല്ല, എനിക്ക് ഭാമയാന്റി ഇത് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴേ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുക സച്ചേട്ടാ. ഭാമയാന്റിനെ ഞാൻ അങ്ങനെയൊന്നും അല്ല കണ്ടത്. സത്യം പറയാലോ, ഭാമയാന്റിക്ക് ഉള്ളിൽ എന്നോടൊരു സ്നേഹം ഉണ്ടെന്നാണ് ഞാൻ കരുതിയത്. എന്നോട് സ്നേഹം ഉണ്ടായിരുന്നു ഭാമയാന്റിക്ക്. ഭാമയാന്റി എന്റെ കാണുമ്പോൾ അതുപോലെയാ സംസാരിക്കുന്നത്. പക്ഷേ ഇപ്പം ഭാമയാന്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പം എനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. ആന്റിയും കൂടി ഇപ്പം എന്നെ കള്ളിയായിട്ടല്ലേ കാണുന്നത്. ഞാൻ എന്താ സച്ചേട്ടാ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഞാൻ ഇതുപോലെ കിടന്ന് അനുഭവിക്കുന്നത്? ചെയ്യാത്ത കുറ്റത്തിനും കേൾക്കാത്ത പഴിയുമില്ല. എന്ത് ചെയ്യാനാന്ന് ചോദിച്ചപ്പോ നീ സമാധാനമായിട്ടിരിക്കുക, എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാം. അമ്മയുടെ നാക്കിന് എല്ലില്ലാത്തത് കൊണ്ട് അമ്മ എന്തെങ്കിലുമൊക്കെ പറയും. ഈ നാക്കിന് എല്ലില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ വിടുന്നതെല്ലാം അസ്ത്രമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് അടിക്കുന്നൊരു ദിവസം വരും. നീ ചെയ്തിട്ടില്ലല്ലോ, അത് മതി, നമുക്കത് മാത്രം മതി. നീ തകരാതിരിക്കുക, ഞാനുണ്ടല്ലോ നിന്റെ കൂടെ, നീ പേടിക്കണ്ട, അമ്മ എന്തും ഏതും പറഞ്ഞോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ രേവതിനെ സമാധാനിപ്പിക്കാൻ കേട്ടോ. ഈ സമയത്താണെങ്കിൽ ശ്രുതിക്ക് ഭയങ്കര സന്തോഷം കൊണ്ട് എനിക്കിരിക്കാൻ അമ്മയില്ലേ എന്നും പറഞ്ഞിട്ട് അവസ്ഥയാണ് നമ്മുടെ ശ്രുതിയുടെ. കാരണം ശ്രുതി ചെയ്ത കുറ്റമാണല്ലോ ഇപ്പം രേവതി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ രേവതി ശ്രുതി ചെയ്ത കുറ്റമാണല്ലോ ഇപ്പൊ കേൾക്കുന്നത്. അതൊക്കെ മനസ്സിൽ കിടന്നിട്ട് ശ്രുതിക്ക് രക്ഷപ്പെട്ടു. എന്താ ഒരു ആശ്വാസം എന്റെ ഈശ്വര. രേവതിയുടെ തലയിൽ അതും കൂടെ പോയിരുന്നല്ലോ, രേവതിയുടെ തലയിൽ അതും കൂടെ കൊണ്ടുവച്ചല്ലോ. ആശ്വാസമായി. ഇനിയിപ്പൊ ചത്താലും കുഴപ്പമില്ല എന്നുള്ള മട്ടില് ഭയങ്കര സന്തോഷത്തോടെ ശ്രുതി ഭയങ്കര ആഘോഷത്തോടെ കൂടി ഇരിക്കുകയാണ് കേട്ടോ. ഏതായാലും ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളാൻ പോകുന്നതേ ഉള്ളൂ. അതായത് പറയുന്നത് കർമ്മത്തിന്റെ ഫലം, അത് കർമ്മം ഉണ്ടല്ലോ, നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന്റെ ഇത് നമ്മൾ തന്നെ അനുഭവിക്കും, വേറെ ആരുമല്ല. ഏതായാലും നമ്മുടെ ശ്രുതി അങ്ങനെ ഭയങ്കര സന്തോഷിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോ സുഖമാണല്ലോ, പൈസ എടുത്തെന്ന് ആരും അറിഞ്ഞുമില്ല, താനല്ല പൈസ എടുത്തത്. ഇനിയിപ്പോ രേവതിനെ പറഞ്ഞു വിടാൻ പറ്റിയ ഒരു അവസരം. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ചന്ദ്രയോട് ചെന്ന് എരിവും ഇതൊക്കെ കേട്ടാണ് കേട്ടോ. അപ്പൊ അവള് തന്നെ ആന്റി എടുത്തത്. ആന്റി ആ 2 ലക്ഷം രൂപ ഭാമയാന്റിയുടെ അവള് തന്നെ ആന്റി എടുത്തത്. അവൾ എന്തിനായിരിക്കും അത് എടുത്തത്? പേരും കള്ളി. ആന്റി എന്തിനാ വെറുതെ അവനെ വിട്ടയച്ചത്? ആ ശരത്തിനെ അവനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി അവിടെ തന്നെ ഇടണമായിരുന്നു. ഇവിടെയൊക്കെ കൊണ്ടുപോയി ഇടണം. കുടുംബമേ ചീപ്പ്. ഇങ്ങനെയുണ്ടോ? ഇങ്ങനൊരു ഫാമിലി ആണല്ലോ ആന്റി നമ്മുടെ കുടുംബത്തിലേക്ക് കയറി വന്നത്.
എന്റെ അച്ഛനൊക്കെ ഇത് അറിഞ്ഞാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടും അങ്ങോട്ട് എന്താ പറയുക, നമ്മുടെ ചന്ദ്രയോട് ഇങ്ങനെ 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 ഇളക്കി വിടുക ചന്ദ്രനെ. അതായത് ഇങ്ങനെ പിരി കൊടുത്ത് വിടൂല പാവേനെ, മറ്റേ ഈ ചെണ്ട കൊട്ടുന്ന പാവേനെ പിരി കൊടുത്ത് പോലെ പിരി കൊടുത്ത് വിടുകയാണ്. അങ്ങനെ നമ്മുടെ രേവതിനെ ഇങ്ങനെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നു. സുധി വന്നിട്ട് അല്ലെങ്കിലും അവള് തന്നെയാ പൈസ എടുത്തു, ഭാമയാന്റിയുടെ പൈസ അവളോട് തന്നെ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട്. എങ്കിലും ഭാമയാന്റിക്ക് 2 ലക്ഷം രൂപയൊക്കെ ഉണ്ടായിരുന്നോ കയ്യിൽ? അങ്ങനെ അലമാരിക്കകത്ത് 2 ലക്ഷം രൂപയൊക്കെ കൊണ്ടുവെക്കുവോ എന്ന് പൈസ എന്ന് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ സുധിക്ക് അങ്ങോട്ട് ഇളകൂലോ. അപ്പൊ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്ര ഒരു വിധത്തില് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞങ്ങോട്ട് ഒപ്പിച്ചു. അപ്പൊ ഈ പൈസ കിട്ടി അടങ്ങത്തുള്ളൂ, എങ്ങനെയെങ്കിലും മേടിച്ചെടുക്കണമെന്ന് തന്നെയാണ് ചന്ദ്രയുടെ ആ ഒരു ഇത് കേട്ടോ. കാരണം ചുമ്മാ കിട്ടിയ പൈസയല്ലേ, അങ്ങനെ കളയാൻ പറ്റുമോ? കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ ചുമ്മാ കിട്ടിയ പൈസ ഒതകത്തില്ല, അത് വേറെ നമ്മൾ കഷ്ടപ്പെടുന്ന പൈസ നമുക്ക് ഒതകത്തുള്ളൂ. അങ്ങനെ നമ്മുടെ സച്ചി നേരെ ഭാമയുടെ വീട്ടിലേക്ക് പോവുകയാണ് സത്യങ്ങൾ അറിയാൻ വേണ്ടി. നമ്മുടെ ഭാമ എന്തുകൊണ്ടാണ് രേവതിനെ ഇങ്ങനെ പറഞ്ഞത്? ഒരിക്കലും രേവതിനെ അങ്ങനെ ഭാമ പറയില്ല എന്ന് നമ്മുടെ രേവതിക്കും അറിയാം, സച്ചിക്കും അറിയാം. അപ്പൊ സച്ചിക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണം, ഒന്ന് പോയി അന്വേഷിക്കണം. അതുകൊണ്ട് സച്ചി നേരെ വിട്ടടിച്ച് നമ്മുടെ ഭാമയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്, സത്യങ്ങളൊക്കെ അറിയുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളാണ്, കാരണം ചിലപ്പോൾ നാളെ നമുക്ക് ഈ ഒരു ഭാഗമൊക്കെ വരെ കാണിക്കത്തുള്ളൂ. ഞാൻ ഒത്തിരി ഫ്രണ്ടിലേക്ക് പറഞ്ഞു പോകുന്നില്ല. ഇപ്പൊ നാളത്തെ കഥ എന്ന് പറഞ്ഞാൽ നാളത്തെ കഥ മാത്രം പറഞ്ഞാൽ മതിയല്ലോ. മറ്റന്നാളത്തെ കഥയും കൂടെ കയറി വന്നാൽ നാളത്തെ വിശേഷം, അതായത് നാളെ ഉച്ചയാകുമ്പോഴത്തേക്കും ബ്രഹ്മവിശേഷം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇടുമ്പോഴത്തേക്കും മറ്റന്നാളത്തെ കഥയായി പോകും. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാനും നമ്മുടെ കഥ സീരിയൽ പോകുന്നതിനോടൊപ്പം തന്നെ പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക. ഒത്തിരി വലിച്ചു നീട്ടുകയോ വേണ്ട, നിങ്ങൾക്ക് കേൾക്കാനും കാണാനും ആസ്വദിക്കാനൊക്കെ ചെയ്യുന്ന രീതിയിൽ അങ്ങ് ചുരുക്കി പറയാമല്ലോ. അപ്പൊ ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് വിശേഷം അവസാനിക്കുന്നത്. നമ്മുടെ സച്ചി ആണെങ്കിൽ സത്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. നമ്മുടെ സച്ചി ഭാമയുടെ കയ്യിൽ നിന്ന് എല്ലാ രഹസ്യങ്ങളും എല്ലാ സത്യങ്ങളും അറിഞ്ഞുകൊണ്ട് ചന്ദ്രയുടെ അടുത്തേക്ക് ഒരു പോക്ക് പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചന്ദ്രയുടെ അടുത്തേക്ക് സച്ചി ചെന്നിട്ടുള്ള കുറച്ച് സംഭാഷണങ്ങളും കുറച്ച് ഡയലോഗുകളും അവിടുന്ന് സത്യം അറിയുന്ന ഡയലോഗുകളും അതുപോലെ തന്നെ നമ്മുടെ സച്ചി ചന്ദ്രയുടെ അടുത്ത് ചെന്നിട്ട് അത് അവതരിപ്പിക്കുന്ന രീതിയും, കാരണം കള്ളത്തരം കണ്ടുപിടിച്ചു നമ്മുടെ ഭാമ പറഞ്ഞുവല്ല, ഈ പൈസ 2 ലക്ഷം രൂപ ചന്ദ്രയുടെ ആണെന്നും ശരത്തിന്റെ കയ്യിൽ നിന്ന് നമ്മുടെ വക്കീൽ മേടിച്ചു കൊടുത്തതാണെന്നും. അപ്പൊ ഈ നെട്ടോട്ട് ഓടിയത് ആരാ? നമ്മുടെ സച്ചി അല്ലേ 5 ലക്ഷം രൂപയ്ക്ക് കിടന്ന് വെപ്രാളം പിടിച്ച് നെട്ടോട്ട് ഓടിയത്. പിന്നെ സച്ചിക്ക് വേദനിക്കാതിരിക്കോ? അപ്പൊ അത് കഴിഞ്ഞുള്ള സംഭവ ബഹുലമായ കഥ വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ പുറകെ. അപ്പൊ മിസ് ചെയ്ത് കളയരുതേ. അപ്പൊ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ കുറച്ച് നാൾ നമ്മുടെ പത്രമാറ്റ് നമ്മൾ ഇടുന്നില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ നമ്മൾ പത്രമാറ്റ് വീണ്ടും ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഡെയിലി നമ്മൾ ഇന്നും രാവിലെ തന്നെ പത്രമാറ്റിന്റെ ഫുൾ വിശേഷം ഇടുന്നുണ്ട്. ഇപ്പൊ പ്രേമവിശേഷം വല്ല ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ, കാരണം നമുക്ക് ഇനിയിപ്പം കുറച്ച് നാളത്തേര് മക്കൾക്ക് സ്കൂളില്ലല്ലോ, നമുക്ക് വെക്കേഷൻ ഒക്കെ ആരംഭിച്ചല്ലോ, നമുക്കും വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇനിയിപ്പം നമുക്ക് പത്രമാറ്റം കൂടെ ചെയ്യാം. ഇനിയിപ്പോ വേറെ വല്ല കഥയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ പറഞ്ഞാൽ മതി. പിന്നെ കാറ്റത്തെക്കിൽ കൂടി നമ്മൾ റിയൽ സ്റ്റോറി ന്യൂവിനകത്ത് ചെയ്യുന്നുണ്ട്. നമ്മൾ നമ്മുടെ പോസ്റ്റിൽ ഒന്ന് കയറി നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിൽ കിട്ടും കേട്ടോ കാറ്റത്തെ കിളിക്കൂടിന്റെ അപ്കമിങ് വിശേഷങ്ങൾ. അതായത് എല്ലാ വിശേഷങ്ങളും നമ്മൾ അതിനകത്ത് ഇടുന്നുണ്ട്, അപ്കമിങ് വിശേഷങ്ങൾ ഇടുന്നുണ്ട്, റിയൽ സ്റ്റോറി ന്യൂ, പിന്നെ റിയൽ സ്റ്റോറിക്കകത്ത് അലീനയുടെ കഥയും ഇടുന്നുണ്ട്. അത് നിങ്ങൾക്ക് അറിയായിരിക്കും കുറെ പേർക്കൊക്കെ. പിന്നെ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ റിയൽ സ്റ്റോറി നിന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. നമ്മുടെ റിയൽ സ്റ്റോറിന്ന് അതായത് റിയൽ സ്റ്റോറിന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുന്നിടത്ത് നിങ്ങൾ അടിച്ചു കൊടുത്തിട്ട് അതിന്റെ കൂടെ മഴതോരും മുമ്പേന്നും കൂടി ഒന്ന് അടിച്ചു കൊടുത്താൽ അപ്പൊ തന്നെ നമ്മൾ റിയൽ സ്റ്റോറിയുടെ കഥകളൊക്കെ കയറി വരും കേട്ടോ. അതിനകത്ത് നമ്മൾ ഇന്ന് ഫുൾ വിശേഷവും നാളത്തെ കഥയും അതുപോലെ അപ്കമിങ് വിശേഷമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ കാത്തിരിക്കുക അടിപൊളി വിശേഷങ്ങൾക്കായിട്ട്. വിശേഷങ്ങൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കയ്യിൽ എത്തണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നമ്മളിടുന്ന വീഡിയോസ് നിങ്ങളുടെ ഫോണിലെത്തി നോട്ടിഫിക്കേഷൻ വരെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. പെട്ടെന്ന് കാണുകയൊക്കെ ചെയ്യാം. അപ്പൊ ലൈക്ക് അടിക്കാൻ മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.